നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗിവൻ തിൻ കോൺവെക്സ് ലെൻസ് വീണ്ടും റേ ഓപ്റ്റിക്സ് ആണ്. ലെൻസിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ. അതും ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും ഒരു അലമ്പുണ്ടല്ലോ അല്ലേ, സെക്കൻഡ് സർഫസ് സിൽവർ പോളിഷ് എന്നൊക്കെ പറഞ്ഞത്. യെസ്, അപ്പം അതും മിററിനെ കൂടി കോമ്പിനേഷൻ്റെ കേസാണ്. റൈറ്റ്, അപ്പം എങ്ങനെ ഇടണം? ഒരു കോൺവെക്സ് ലെൻസ് ബൈ കോൺവെക്സ് അല്ലേ, അതിൻ്റെ ലെൻസിൻ്റെ റിഫ്രാക്റ്റൻസ് μ2 എന്ന് പറഞ്ഞു. ലിക്വിഡിൽ വെച്ചു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റൻസ് μ1 എന്ന് പറഞ്ഞു. μ1 ലെസ് ദാൻ μ2 എന്ന് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല. ഹാവിംഗ് റേഡിയോ കർവേച്ചർ R1 R2 ഇറ്റ് സെക്കൻഡ് സർഫസ് ഇസ് സിൽവർ പോളിഷ്ഡ്. യെസ്, ഗുഡ്. വേർ ഷുഡ് ആൻ ഒബ്ജക്ട് ബി പ്ലേസ്ഡ്? ഞാനൊന്ന് ജസ്റ്റ് വരയ്ക്കട്ടെ. യെസ്, ലെൻസ് ഏതോ മീഡിയത്തിൽ വെച്ചോട്ടെ, നമ്മൾ പിന്നെ ചെയ്യാം. റൈറ്റ്, ഇതിൻ്റെ സെക്കൻഡ് സർഫസ് ഇസ് പോളിഷ്ഡ്. ഇതാണ് സെക്കൻഡ് സർഫസ്. ലെഫ്റ്റ് നിന്ന് റേ വരികയാണെങ്കിൽ ദിസ് സെക്കൻഡ് ഫേസ്. പോളിഷിൻ്റെ കേസിൽ നമുക്ക് എളുപ്പമുള്ളത് ഈ ലെൻസ് ഒരു മിറർ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ മിറർ കോൺടാക്റ്റിൽ വെച്ചാൽ രണ്ട് റിഫ്രാക്ഷൻ നടക്കും, ഒരു റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഇറ്റ് ബിഹേവ്സ് ആസ് എ കോൺകേവ് മിറർ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ സൈനൊക്കെ കൊടുത്തതിന് ശേഷം കിട്ടുന്ന ഇക്വേഷൻ ഇറ്റ് ബിഹേവ്സ് ആസ് എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 1/f എന്ന് പറയാം. ദാറ്റ് ഈസ് 2 ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് പ്ലസ് 2/r, where r is a radius of silvered face. ഇനി സൈൻ, ഈ ക്വസ്റ്റനിൽ പിന്നെ സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്, സൈൻ കൊടുത്തുള്ള സാറാണ്, നമുക്കിവിടെ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ, ഞാനതാ ചെയ്യാൻ പോണത്. മിറർ വെള്ളത്തിൽ മുക്കിയാലൊന്നും പിന്നെ ഫോക്കൽ ലെങ്ത് പറഞ്ഞില്ല. അപ്പം മിററിൻ്റെ ഫോക്കൽ ലെങ്ത് ഈ ഫോക്കൽ ലെങ്ത് ആണ് വരിക. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ വേർ ഷുഡ് ബി ആൻ ഒബ്ജക്ട് ബി പ്ലേസ്ഡ് ഓൺ ദ ഒപ്റ്റിക് ആക്സ് സോ ദാറ്റ് റിയൽ ആൻഡ് ഇൻവെർട്ടഡ് ഇമേജ് ഫോംഡ് അറ്റ് ദ സെയിം പ്ലേസ്. മിററിൽ ഒബ്ജക്റ്റും ഇമേജും ഒരേ സ്ഥലത്തുണ്ടാണെങ്കിൽ എവിടെ വെക്കണം? കോൺകേബറാ. റിയൽ ഇമേജ് ഉണ്ടാക്കണേ കോൺകേബർ മാത്രമേ ഉണ്ടാക്കൂ. അപ്പോൾ അതിൻ്റെ സീൽ വെക്കണം, അതായത് ഫോക്കൽ ലെങ്ത്തിൻ്റെ ടേംസ് പറഞ്ഞാൽ 2f വെക്കണം. അപ്പോൾ ചോദിച്ചത് 2f 3 ആണ്. ഇതിൻ്റെ ടേംസിൽ μ1 R1 R2 ടേംസിൽ 2f 3 ആണെന്നാണ് പറയേണ്ടത്. ചോദിച്ചു നോക്കി അങ്ങനെ മനസ്സിലാവും. അപ്പോൾ എഫ് കണ്ടുപിടിച്ചാൽ കിട്ടുമല്ലോ. യെസ്, അപ്പോൾ തുടങ്ങാം. ആദ്യം ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കിട്ടണ്ടേ? യെസ്, ഹൗ മച്ച് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ്? അത് ലെൻസ് മേക്കേഴ്സ് ഫോമിൽ ഉപയോഗിക്കണ്ടേ? നമ്മൾ പഠിച്ച ഇക്വേഷൻ 1 ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് ദാറ്റ് ഈസ് μ2 അല്ലേ കൊടുത്ത്, ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റൻസ് ഓഫ് മീഡിയം μ1 -1 ഇൻറ്റു 1/r1 മൈനസ് ഓഫ് മൈനസ് വരും 1/r2 വരും അല്ലേ. ഏതാ ഇതിൻ്റെ റേഡിയസ് ഇങ്ങോട്ട് R1 പോസിറ്റീവ്, ഇതിൻ്റെ റേഡിയസ് ഇങ്ങോട്ട് R2 നെഗറ്റീവാണ്. റൈറ്റ്, അപ്പോൾ ഇതാണ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ. ഇനി 2/f ഒക്കെ എടുക്കണം, എന്നിട്ട് 2/r ഒക്കെ എടുക്കണം. അപ്പോൾ ഇത് 1/f അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോൾ നോക്കിക്കോളൂ, 1/f ഈസ് ഈക്വൽ ടു 2/f എന്ന് പറഞ്ഞാൽ ഇതിൽ 2 അങ്ങ് കോമൺ ഇട്ടാൽ പോരെ. 2ൽ 2 കോമൺ ഉണ്ട്. 1/f അങ്ങനെ തന്നെ എഴുതിയാൽ ഇറ്റ് ഈസ് μ2 മൈനസ് μ1 സോറി μ2/μ1 -1 യെസ് ഇൻറ്റു 1/r1 പ്ലസ് 1/r2 പ്ലസ് ഞാൻ 2 കോമൺ എടുത്തിട്ടുണ്ട്. 1/r റേഡിയസ് ഓഫ് കർവേച്ചർ ഏതിൻ്റെയാ? നമ്മൾ സെക്കൻഡ് സർഫസ് ആ സിൽവർ ചെയ്തത്. അപ്പോൾ 1/r2 എന്ന് എഴുതണം. റൈറ്റ്, ഞാൻ 2 കോമൺ പിടിച്ച് പുറത്തിട്ടുണ്ടേ. ദാറ്റ്സ് എ കേസ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ഇക്വേഷനിൽ ഇങ്ങനെയൊന്നും അല്ല ഉള്ളത്. μ2 പിടിച്ച് പുറത്തിട്ടിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്. മേലെ R1 R2 ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ. റൈറ്റ്, ഇത് 2. അപ്പം ഇത് യെസ്, മേലെ ഇതെന്ത് വരും? ഇത് മാറ്റിയാൽ μ2 മൈനസ് μ1 ഡിവൈഡഡ് ബൈ താഴെ ഒരു μ1 വരും. ഇത് മാറ്റിയാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ R1 R2 എന്ന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം R1 പ്ലസ് R2 വരും. ഇവിടെ 1/r2 അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. റൈറ്റ്, അപ്പം അതിൻ്റെ LCM നമുക്ക് μ1 R1 R2 എടുത്താൽ മതിയല്ലോ. യെസ്, മതി. അപ്പം ഇതിൻ്റെ ഡിനോമിനേറ്റർ ഞാൻ μ1 R1 R2 എടുത്തു. അപ്പം മേലെ ആരൊക്കെയാണുള്ളത്? ഇവിടെ ആ സാധനം അങ്ങനെ എഴുതാം, μ2 മൈനസ് μ1 R1 പ്ലസ് R2. മാറ്റണ്ടല്ലോ, വേണ്ട. ഇവിടെ R2 മാത്രമല്ലേ ഉള്ളൂ അപ്പുറത്ത്. അപ്പോൾ അവിടെ μ1 R1 കൊണ്ട് മൾട്ടിപ്ലൈ ഈസ് വോട്ട് μ1 R1. ഇനി മേലെ നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതട്ടെ. 2നെ പിടിച്ച് പുറത്തിട്ടു. മേലെ ആരൊക്കെയാണുള്ളത്? μ2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ μ2 R1 പിന്നെ പ്ലസ് μ2 R2 പിന്നെ μ1 ആകുമ്പോൾ മൈനസ് μ1 R1 മൈനസ് μ1 R1 പിന്നെ മൈനസ് μ2 R2 ഉണ്ട്. എത്തി താഴെ എഴുതാം മൈനസ് μ2 R2 ദെൻ സോറി μ1 കൊണ്ടല്ലേ ചെയ്യേണ്ടത്, മൈനസ് μ1 R2 ആണേ. ദിസ് ഇസ് മൈനസ് μ1 R2. μ2 കൊണ്ടല്ല ആദ്യം ചെയ്തിട്ടുണ്ട്, μ1 R2 ഉള്ളത്. നമുക്ക് ഇതൊക്കെ വെട്ടിക്കളഞ്ഞാലോ. യെസ്, ഇത് μ1 R2 റൈറ്റ്. ദെൻ പ്ലസ് μ1 R1
എക്സ്പാൻഷൻ കഴിഞ്ഞില്ലേ mu1 r1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇറ്റ് ഈസ് mu1 r1 r2 ഫൈൻ യെസ്. അപ്പോൾ ആരൊക്കെ പോയി? ഒരു mu1 r1ഉം മൈനസ് mu1 r1ഉം ഈ രണ്ട് സാധനങ്ങൾ പോയി. വേറെ ആരെങ്കിലും പോവുമോ? mu2 r1 mu1 r2 ഒക്കെ ഉള്ളത് വേറെ ആരും പോവില്ല. യെസ്. അപ്പം ഇതൊക്കെ കിട്ടുന്നത് ഏതാ? 1/f ആണേ. ദിസ് ഇസ് വാട്ട് 1/f. യെസ്. അപ്പം തിരിച്ചിട്ട് കഴിഞ്ഞാൽ 2f ഈസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് കിട്ടേണ്ട 2f 2f ഈസ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് പോയി തിരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് mu1 r1 r2 ഡിവൈഡഡ് ബൈ mu2 r1 പ്ലസ് mu2 r2 മൈനസ് mu1 r2. ഏതാ ആൻസർ വരുന്നത്? റൈറ്റ്. mu1 r1 r2 ഉള്ളത് 3 എണ്ണത്തിലുണ്ട്. അപ്പോൾ എന്തായാലും തെറ്റെന്ന് ഉറപ്പായി. താഴെ mu2 r1 പ്ലസ് mu2 r2 mu2 r1 പ്ലസ് r2 പിന്നെ മൈനസ് mu1 r2 വരണം. ആൻസർ ഈസ് 2. ഫൈൻ. ഒരു ചിരി പണിയുണ്ട്. അത്ര ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ആവശ്യമുണ്ട്. രണ്ട് കാര്യമുണ്ട്. ഇതറിയണം, ഏത് സിൽവറിങ്ങിൻ്റെ ഇക്വേഷൻ അറിയണം ഒന്ന്, റൈറ്റ്. പിന്നെ ലെൻസ് മേക്കേഴ്സ് ഫോമിലുണ്ട്. പിന്നെ ഇത്തിരി മാത്സിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ട്. ഒരു ഇച്ചിരി കച്ചറയാണ്, ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ് സാധനം. ഗുഡ് ക്വസ്റ്റ്യൻ, ഐ ലൈക്ക് ഇറ്റ്.